കല്ലടയാറ്റിലെ പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിച്ചതോടെ ഇക്കുറി പുനലൂരിലെ കുടിവെള്ള പദ്ധതികളിലേക്കുള്ള പമ്പിംഗ് സുഗമമാണ്. വേനൽ ചൂട് ശക്തമായി ജലക്ഷാമം അനുഭവപ്പെടുമ്പോഴും പുനലൂരിൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെയാണ് കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് നടക്കുന്നത്. ഒരു വർഷം മുമ്പാണ് തടയണയുടെ ഉയരം 3/4 മീറ്റർ വർദ്ധിപ്പിച്ചത്. ഇതോടെ പമ്പിംഗ് ആവശ്യമായ ജലം പൂർണ്ണമായും തടഞ്ഞു നിർത്തുവാനും കഴിയുന്നുണ്ട്. പുനലൂർ ജലവിതരണ പദ്ധതികളിൽ മാത്രം പ്രതിദിനം 5 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്യേണ്ടി വരുന്നത്. പുനലൂർ ജലവിതരണ പദ്ധതിക്ക് പുറമെ കല്ലടയാറ്റിൽ നിന്നും വെള്ളമെടുക്കുന്ന മീനാട് പദ്ധതി, കുണ്ടറ പദ്ധതി, കുരിയോട്ടുമല, മഞ്ഞമൺകാല ശുദ്ധജല വിതരണ പദ്ധതികൾ എന്നിവയ്ക്കും തടയണ ഉയർത്തിയത് ഏറെ അനുഗ്രഹമായിട്ടുണ്ട്. എല്ലാ വർഷവും വേനൽക്കാലത്ത് ആറ്റിലെ നീരൊഴുക്ക് കുറയുന്നതിനെ തുടർന്ന് പുനലൂർ ജലവിതരണ പദ്ധതിക്കായി വെള്ളമെടുക്കുന്ന കിണറിൻ്റെ മുകൾ ഭാഗം തെളിഞ്ഞു കാണാറുണ്ട്. എന്നാൽ ഇത്തവണ അതുമുണ്ടായിട്ടില്ല. 2023 മെയ്യിലാണ് തടയണയുടെ ഉയരം വർദ്ധിപ്പിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് 2.9 മീറ്റർ ഉയരമുള്ള തടയണ നിർമ്മിച്ചത്. ഇതിനു മുകളിൽ 75 സെന്റിമീറ്റർ കൂടിയാണ് കോൺക്രീറ്റ് ചെയ്ത ഉയരം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പിൽ നിന്നും അനുവദിച്ച 70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. LBS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി പഠനം നടത്തിയ ശേഷമാണ് 2019 പദ്ധതിക്കാവശ്യമായ അടങ്കൽ തയ്യാറാക്കിയത്. 2022 ജനുവരിയിൽ ആരംഭിച്ച പ്രവൃത്തികൾ 2023 മെയ് മാസത്തോടെ പൂർത്തിയായി. ആറ്റിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു. ഓരോ വേനൽക്കാലത്തും തടയണയുടെ മുകളിൽ മണൽച്ചാക്കുകൾ അടുക്കിയാണ് പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമം നടന്നിരുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.